ലോക്സഭ, നിയമസഭ, തദ്ദേശം തെരഞ്ഞെടുപ്പ് ഏതുമാകട്ടെ, നമ്മുടെ ക്യാമ്പസുകളിൽ അതിൻ്റെ ആവേശം നിറയും. ഇത് പാലക്കാടിൻ്റെ വിക്ടോറിയ. എപ്പോഴും രാഷ്ട്രീയമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു ക്യാമ്പസാണ്. എങ്ങനെയായിരിക്കും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും, ഡിസംബർ 11 കഴിയുമ്പോഴേക്കും കേരളം മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ പാതയിൽ തന്നെ ആയിരിക്കും. LDFിൻ്റെ മൂന്നാം ഗവൺമെൻറ് വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏവരുടെയും പ്രതീക്ഷ. LDFിനായിരിക്കുന്നു. എന്താ കാര്യം? അല്ല, എൻ്റെ ഒരു അഭിപ്രായം പറയാത്ത LDF. ഇവിടെ അഭിപ്രായം LDF ആയിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് ഇപ്രാവശ്യം വലിയൊരു മാറ്റം ഉണ്ടാവും. ഇവിടെ UDFിൻ്റെ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. PMC പോലുള്ള വിഷയങ്ങളിലൊക്കെ CPMൻ്റെ നിലപാട് എന്താണെന്ന് കണ്ട ആളുകളാണ്. നമ്മൾ കേരളത്തെ മലയാളികൾ മുഴുവൻ ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്, പ്രഖ്യാപനമൊക്കെ വന്നു. ഇത്തവണ ഞാൻ ഇന്നാണ് കോളേജ്. അല്ല, തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും റിസൾട്ട്? എനിക്കറിഞ്ഞൂടാ. അവിടെ എന്താ അഭിപ്രായം? ഇല്ല, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അവിടെയോ? എന്താ LDF. കാരണം എന്താ? കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ പേര് നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഭരണം 10 വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളത് കൊടുത്തുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ LDF ആയിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായങ്ങളില്ലാത്ത ആളാണോ? അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല, ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. മിക്കവാറും സ്ഥാനാർത്ഥികൾക്ക് അനുസരിച്ചിട്ടായിരിക്കും സാധാരണ എല്ലാ ചർച്ചകളും നടക്കാറ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അന്തരീക്ഷം നമുക്ക് 10 കൊല്ലമായിട്ട് ഇവർ കാണുന്നുണ്ട്. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. UDF ജയിക്കും തീർച്ചയായിട്ടും. നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലത് പ്രതീക്ഷിക്കാം. ഗൈസ്, ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ? മേ ബി LDF. എന്താ കാര്യം? UDFിൽ കുറേ കക്ഷി രാഷ്ട്രീയങ്ങളൊക്കെ ഉള്ളത് കാരണം അവരൊക്കെ അടി പിരിഞ്ഞ് നടക്കുകയാണ്. അതല്ലാണ്ട് LDF ഭയങ്കര സ്ട്രോങ് ആണ്. മാക്സിമം ഉള്ള ഏരിയകളിലൊക്കെ അവർ സ്ട്രോങ് ആണ്. ഞാൻ അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. അവിടെ അവരാണ് ഭയങ്കര സ്ട്രോങ്. നല്ല രീതിക്ക് അവർ ആക്റ്റീവായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര എനർജി ആയിട്ടുള്ളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ഒന്നും പറയാൻ. LDF ആണോ, UDF ആണോ, BJP ആണോ? LDF ആവും. ഇവിടെ എന്താ പറയുന്നത്? അഭിപ്രായം പറഞ്ഞ ഇല്ല, എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. എന്താ പറയുക, പുറത്തുള്ള അവസ്ഥകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ കോളേജ് വിദ്യാർത്ഥികളാണ്. കോളേജിലെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ പുറത്തൊരു റോഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും നോക്കുമ്പോൾ നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുന്ന തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നഗരസഭയ്ക്കെതിരെ SFI ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പം ഇത്തവണ ഭരണം മാറുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? കാലങ്ങളായിട്ട് BJPനെ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന നഗരമാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. മാറ്റം ഉണ്ടാവും. ഇത്തവണ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക ഉണ്ടാവും. ചാൻസ് ഉണ്ട് കൂടുതലും. ഇതാ ഇങ്ങനെ ഒഴുകുകയാണ് വിക്ടോറിയൻ ചിന്തകൾ. മുദ്രാവാക്യങ്ങളുടെ ഹൃദയം പറഞ്ഞ കലാലയം തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തെയും ചേർത്ത് പിടിക്കുകയാണ്.